സ്കൂളൊക്കെ തുറന്നാൽ പിന്നെ സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കുക എന്നുള്ള ചിന്തയായിരിക്കും. അത് നമ്മുടെ പുട്ടുപൊടി വെച്ചിട്ട് ഒരു അടിപൊളി മാജിക് ഉണ്ടാക്കിയാലോ. പ്രത്യേകിച്ച് ആവിയിൽ വേവിച്ച ഐറ്റത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് നമ്മൾ മലയാളികൾക്ക്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു കപ്പ് പുട്ടുപൊടി, നിങ്ങളുടെ കയ്യിൽ ഏത് പുട്ടുപൊടി ഉണ്ടെങ്കിലും അത് എടുക്കാവുന്നതാണ്. ഇന്ന ബ്രാൻഡിൻ്റെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അതിന് ഒരു കപ്പ് പുട്ടുപൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ തേങ്ങ ചിരകിയതും ഒരു 1/4 കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുത്താലും മതിയാകും. ഒരു ഫ്ലേവറിന് 3 ഏലക്കയും പിന്നെ ഒരു കപ്പ് ഉരുക്കിയ ശർക്കരയും, അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് നമ്മൾ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കി അങ്ങ് എടുക്കുക. ഒരുപാട് അങ്ങ് അരഞ്ഞ് ഫൈനായി പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒന്ന് കറക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ടാവും. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസായി പോവാതെ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ട് അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. സോഡാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതവിടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരല്പം ബട്ടറോ നെയ്യോ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ചേർത്താലും മതി. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണവേ ഉള്ളെങ്കിൽ അതെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, നമ്മളൊരു കൈപ്പിടി അളവിനുള്ള തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് ആ തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു പഴുത്ത ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റി അങ്ങ് എടുക്കുക. ഒരുപാട് വെന്തുടഞ്ഞൊന്നും പോവേണ്ട. നല്ല പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ ചൂട് തട്ടുമ്പം തന്നെ പെട്ടെന്ന് അങ്ങ് വെന്ത് വരും. അതിലേക്ക് ഞാനൊരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ല, ഈ മധുരം തന്നെ മതിയെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനൊരല്പം കൂടെ മധുരം എനിക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പരന്ന പാത്രം എടുത്ത് നമ്മുടെ മാവ് 2 വട്ടമായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. ചില പുട്ടുപൊടികളൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് ഒന്നുകൂടെ കട്ടിയാവും. അപ്പോൾ നിങ്ങളൊരല്പം വെള്ളമോ അല്ലെങ്കിൽ ഇച്ചിരി പാലോ ഒഴിച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഫില്ലിങ് മുഴുവനായിട്ട് നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ആ മാവിൻ്റെ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ ഫില്ലിങ് എത്തുന്ന രീതിയിൽ ഒരു കരണ്ടി വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നമ്മുടെ ഫില്ലിങ് എത്തണം. എന്നാലേ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന് കിട്ടുകയുള്ളൂ. അതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മാവ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. ആ മാവ് നമ്മുടെ ഫില്ലിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഉറപ്പ് വരുത്തണം. ഒരു കരണ്ടി വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാ ഭാഗത്തും എത്തിക്കോളും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഥവാ എന്തെങ്കിലും എയർ ബബിളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മാവ് എത്താതെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് എല്ലായിടും എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മുടെ ഇഡലി തട്ടുകത്തിൽ അടച്ച് വെച്ച് ഒരു 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നമ്മൾ വെന്തോന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വെന്തോ ഇല്ലയോ എന്ന്. എനിക്ക് 25 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂടോട് കൂടി കട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വൈകിട്ട് സ്കൂൾ വിട്ട് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഐറ്റമാണ്. അത് നമ്മളെ പുട്ടുപൊടി വെച്ച് ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ അവർ ആസ്വദിച്ച് തന്നെ കഴിക്കുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നത് വരെ ടാറ്റാ.